പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സഭയെയും ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവെ അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെ ഏവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അങ്ങയുടെ കൃപാവരങ്ങൾ ചൊരിഞ്ഞ് സ്വർഗത്തിന്റെ അതിശക്തമായ ഇടപെടലിലും അതിസ്വാഭാവികമായ കൃപകളിൽ നിറച്ച് അനുഗ്രഹിക്കണമേ. ആരോഗ്യവും സന്തോഷവും സമാധാനവും വിടുതലും വിമോചനവും നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ എല്ലാ മേഖലകളിലും, സാമ്പത്തികമായ മേഖല, ജോലിപരമായ മേഖല, പഠന മേഖല, കുടുംബജീവിതത്തിന്റെ മേഖല, ശുശ്രൂഷ മേഖല, പൗരോഹിത്യ ജീവിതത്തിന്റെ മേഖല എല്ലാം അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അച്ഛനങ്ങനെ ട്രീറ്റ്മെന്റിലൊക്കെയാണ്, അതിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അച്ഛന് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിനെ ഓർത്ത് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. നമ്മുടെ അടുത്ത ധ്യാനം 19, 20, 21 കുറെ മക്കളൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ആരെങ്കിലുമൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ അതിശക്തമായി പ്രാർത്ഥിക്കാൻ ഈ ധ്യാനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ദിവ്യകാരുണ്യ യാത്രകളൊക്കെ കുറെ കൂടി ശക്തമാക്കി കാലവർഷത്തിന്റെ ഈ സമയത്ത് കർത്താവിന്റെ സാന്നിധ്യം അതിശക്തമായി പ്രഘോഷിച്ചുകൊണ്ട് നമ്മൾ ആത്മീയ ശുശ്രൂഷകളിൽ മുന്നേറുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പറഞ്ഞ പോലെ എല്ലാ ദിവസവും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ശുദ്ധ കുർബാനയിലൊക്കെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധനയിലും മറ്റെല്ലാ പ്രാർത്ഥനകളിലും നമ്മളിപ്പോൾ എന്തോ ഒരു വലിയൊരു കൂട്ടായ്മയായിട്ട് ഭയങ്കര ഒരു ഐക്യം. അനേകം പേര് വിളിക്കുന്നു, മെസ്സേജ് വിടുന്നു, വാട്സാപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുന്നു. നമ്മുടെ ബുക്ക് ചെയ്യുന്ന ബ്രദറെ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് സംസാരിക്കുന്നു. വലിയൊരു കുടുംബ കൂട്ടായ്മ നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷയിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് നന്ദി പറയാണ്. അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ പറയാനുള്ളത്, നമ്മുടെ കാർമൽ മീഡിയ യൂട്യൂബ് ചാനല് 1,00,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അതിൻ്റെ ഒരു സിൽവർ ബട്ടൺ, സാധാരണ അങ്ങനെ കിട്ടുന്നതാണ്, സിൽവർ ബട്ടൺ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് മീഡിയയിൽ ചെറിയൊരു അപ്ഗ്രേഡിങ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഓർത്ത് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇനി അനേകായിരങ്ങളിലേക്ക്, ലക്ഷങ്ങളിലേക്ക് നമ്മുടെ ശുശ്രൂഷ എത്തുവാൻ നമുക്കിടയാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഇത് നമ്മൾ ചിന്തിക്കുന്ന വലിയ വിഷയം, സാത്താന് എങ്ങനെ നമ്മുടെ കുടുംബത്തിൽ കയറി പറ്റാൻ കഴിഞ്ഞു. നമ്മൾ ചിന്തിക്കുന്ന ഇന്ന് അനേക മക്കൾ പറയുന്നുണ്ട്, അച്ഛാ ഭയങ്കര ബന്ധനമാണ്, ശരിക്കും അറിയാം, ഭയങ്കര തടസ്സമാണ്, ഭയങ്കരമായ അറ്റാക്കാണ്, എന്തിനും ഏതിനും ഗതി പിടിക്കണില്ല, രക്ഷപ്പെടണില്ല, തടസ്സം തടസ്സം തടസ്സം, ശരിക്കും പൈശാചികമാണ്. ഇതൊക്കെ ശരിയാണ്, സംഭവിക്കാം. പക്ഷെ ഞാൻ പറയാണ്, എങ്ങനെ ഈ സാധനം കടന്നു വന്നു? ഒരു കാര്യം ഓർത്തോ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അങ്ങനെയും ഇങ്ങനെയും ഒന്നും പിശാചിന് കയറി വരാൻ പറ്റില്ല. നമ്മുടെ വീടിനടുത്തൊക്കെ വീട് ഈശോയുടെ തിരുഹൃദയത്തിനെ പ്രതിഷ്ഠിക്കപ്പെട്ട് കുരിശനാൽ മുദ്ര വെച്ച് വെഞ്ചരിച്ച് കൊട്ടകെട്ടി സംരക്ഷിക്കുന്ന കുടുംബത്തിൽ എങ്ങനെ പിശാച് കയറും? നമ്മളൊക്കെ നോക്കി, മാമോദിസായാൽ മുദ്രിതമാണ് നിന്റെയും എന്റെയും നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെ ശരീരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുദ്രിതമാക്കപ്പെട്ട അഭിഷിക്തമായ പൂശപ്പെട്ട കരങ്ങൾ, തിരുപ്പട്ടമെന്ന കൂദാശ, വിവാഹമെന്ന കൂദാശ. കൂദാശ എന്ന് പറഞ്ഞാൽ അതിസ്വാഭാവികമായ കൃപകൾ കൊണ്ട് നിറയപ്പെട്ട ജീവിതങ്ങൾ, അടിസ്ഥാനമിട്ട ജീവിതങ്ങൾ. ഇവിടെ പിശാചിന് എങ്ങനെ കയറാൻ പറ്റും? എന്റെ ഭയങ്കര സംശയമായിരുന്നു. പക്ഷെ മനസ്സിലായൊരു സത്യം, നമ്മൾ ഇപ്പൊ ഞാൻ പറയാം, ഉദാഹരണം പറയാം, വെഞ്ചരിച്ച് തിരുഹൃദയത്തിനെ പ്രതിഷ്ഠിച്ച് കുരിശന മുദ്ര വെച്ച് കോട്ട കെട്ടപ്പെട്ട വീട്, ആ വീടിന്റെ ഉള്ളില് നമ്മൾ ഇരുന്ന് മദ്യപിച്ചാൽ, അവിടെ ഇരുന്ന് കലഹിച്ചാൽ, അവിടെ ഇരുന്ന് വ്യഭിചരിച്ചാൽ, പ്രിയപ്പെട്ട മക്കളെ, ആ ചെയ്ത പ്രവൃത്തിയുടെ ഒരു ആത്മാവ്
ആ കുടുംബത്തിലേക്ക്, വീട്ടിലേക്ക് കയറി വരും. മദ്യപിക്കുന്ന ഒരു വീടാണോ? ആ വീട്ടിൽ മദ്യപാനത്തിന്റെ ദുരാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. വ്യഭിചാര ദുർഭൂതം അവിടെയുണ്ട്, കയറി വരും. എന്റെ ഉള്ളില് ഒരാളുടെ വെറുപ്പാന്ന് ഓർത്തോ. ചില മേഖലകൾക്ക് ഇപ്പോഴും ചിലരോടൊക്കെ ഒരു സങ്കടവും വെറുപ്പൊക്കെ ഉണ്ട്. അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ അങ്ങനെയുണ്ട്. എനിക്കറിയാം ആ സമയത്ത് പിശാചിന് എൻ്റെ ഉള്ളില് വസിക്കാനുള്ള ഒരു അവകാശം ഞാൻ കൊടുക്കുക. ഭയങ്കര അപകടം അത്. അതുകൊണ്ട് മക്കളെ, പിശാച് വെറുതെ കയറി വരില്ല. ഞാൻ മനസ്സുകൊണ്ട്, സ്വാതന്ത്ര്യം കൊണ്ട് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് പിശാചിന്റെ പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോ നമ്മുടെ വീട്ടിലേക്കും ജീവിതത്തിലേക്കും, ഇനി നിങ്ങളുടെ സാമ്പത്തിക മേഖല കൈക്കൂലി വാങ്ങിക്കുന്നോർത്തോ, ബ്ലേഡ് നടത്തിയ കാശ് മേടിക്കുന്നോർത്തോ, സാമ്പത്തിക മേഖലയില് പിശാച് കയറും. അത് നിങ്ങളായിട്ടോ നിങ്ങളുടെ മക്കളായിട്ടോ. ഇപ്പൊ കാരണവന്മാര് കയറ്റിവെച്ച പിശാച് ഇന്ന് മക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തില് ഒരപ്പൻ അന്യായ പലിശ വാങ്ങിച്ച് ചതിച്ച് വഞ്ചിച്ച് കാശുണ്ടാക്കി വച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തിക മേഖലയെ പിശാച് ഏറ്റെടുക്കും. പിന്നെ മക്കള് എത്ര ബിസിനസ് നടത്തിയാലും എത്ര ജോലി ചെയ്താലും ഒന്നും നീക്കി ബാക്കിയിരിപ്പുണ്ടാവില്ല. കാരണം പിശാച് കയറി അവന്റെ ഒറ്റ പണിയുള്ളൂ: കൊല്ലുക, നശിപ്പിക്കുക, ഇല്ലാണ്ടാക്കുക. അതുകൊണ്ട് മക്കളെ ഇപ്പൊ വ്യഭിചാരം, അല്ലെങ്കിൽ മിശ്ര വിവാഹം, അല്ലെങ്കിൽ ദാമ്പത്യ അവിഹിത ബന്ധം, വിവാഹമോചനം, ഗർഭചിത്രം, ആത്മഹത്യ, കൊലപാതകം, ഏത്, പിന്നെ ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, ഹലാല് ഭക്ഷണം, ലവ് ജിഹാദ്, അല്ലെങ്കിൽ ക്ഷുദ്ര പ്രവൃത്തികള്. എൻ്റെ മക്കളെ, ഇതൊക്കെ ആത്മാക്കളുടെ ഒരു അവകാശം കിട്ടുന്ന മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് പിശാച് ചുമ്മാ ഒന്നും കേറി പറ്റില്ല. അവൻ കേറി പറ്റണമെങ്കിൽ ഇങ്ങനെ പിശാചുമായിട്ട് ബന്ധപ്പെട്ട പാപം, വസ്തുക്കള്, പ്രവൃത്തികള്, വിളിച്ചു വരുത്തലുകള്, അല്ലെങ്കിൽ നമുക്കെതിരെ ചെയ്യുന്ന ചില പ്രവൃത്തിയുണ്ട്. അതും കയറണമെങ്കിൽ നമ്മള് പിശാചിന് അവകാശമുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം പുറത്തുനിന്ന് വരുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയും, നമ്മുടെ ഉള്ളിലേക്കും കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും മക്കളിലേക്കും സാമ്പത്തിക മേഖലയിലേക്കും ഈവൻ പൗരോഹിത്യ ജീവിതത്തിലേക്കും കാർമൽ ഈ ധ്യാന കേന്ദ്രത്തിലേക്കും പിശാച് കയറി പറ്റണമെങ്കിൽ ആരിലൂടെയെങ്കിലൊക്കെ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ പാപമായിരിക്കാം, മക്കളുടെ പാപമായിരിക്കാം, ജീവിത പങ്കാളിയുടെ പാപമായിരിക്കാം, പൂർവികരിലൂടെ വന്ന പാപമായിരിക്കാം, ഇവിടെ വസിച്ചു പോയവരുടെ പാപമായിരിക്കാം. അതുമല്ലെങ്കിൽ നമ്മുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് മറ്റാരെങ്കിലും നമുക്കെതിരെ ചെയ്തു വെച്ച പാപമായിരിക്കും. അവിടെ ഞാൻ പറയണ, നമ്മൾ വെൽ സെറ്റിൽഡും വെൽ പ്രൊട്ടക്റ്റഡുമാണെങ്കിൽ സംരക്ഷണം യാക്കോബിന് ആഭിചാരിയേക്കൂല. ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഫലിക്കത്തില്ല. നമ്മൾ ഇസ്രായേലും യാക്കോബുമായിട്ടിരുന്നാൽ പിശാചിന് കയറാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കുക, പിശാചിന് നമ്മുടെ മേൽ അവകാശം കിട്ടുന്നത് എന്തിലൂടെയാ? പാപത്തിലൂടെയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, ഈ പാപത്തെ ഏറ്റു പറഞ്ഞു കുമ്പസാരിക്കണം. നമ്മുടെ കുടുംബത്തിലെ ഏറ്റു പറയാതെ കിടക്കുന്ന ഏതെങ്കിലും പാപമുണ്ടോ? അപ്പനായിട്ടോ അമ്മയായിട്ടോ, അപ്പന്റെ അപ്പനായിട്ടോ അപ്പന്റെ അമ്മയായിട്ടോ, അങ്ങനെ അപ്പന്റെ കൈവഴി അമ്മയുടെ കൈവഴികളിൽ ഏറ്റു പറയാതെ കിടക്കുന്ന പാപം ഉണ്ടെങ്കിൽ, ചിലത് നമുക്കറിയാൻ പാടില്ലാത്ത എത്രയോ പേരുള്ള നമ്മുടെ കുടുംബത്തിൽ ജീവിച്ച് മരിച്ചു കടന്നു പോയവര് നമ്മുടെ കുടുംബവൃക്ഷത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബവൃക്ഷത്തിന്റെ പാപപരിഹാരം, പിന്നെ നാളെ പാപപരിഹാര ബലിയെ കുറിച്ചൊക്കെ പറയും. എൻ്റെ മക്കളെ, ഇതെല്ലാം അറിഞ്ഞ് നമ്മൾ കുർബാന സ്വന്തമാക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു മേഖല, പിശാചിന് നമ്മുടെ കുടുംബത്തിലേക്കും നമ്മിലേക്കും നമ്മുടെ മക്കളിലേക്കും വീട്ടില് പാപം ചെയ്ത, ഞാൻ പറഞ്ഞില്ലേ, പിശാചിനും വീടിന്റെ മേൽ അവകാശം കിട്ടും. നിങ്ങളുടെ മണ്ണില്, ബിസിനസ് മേഖലയില്, കടയില്, നിങ്ങളുടെ ഇപ്പൊ ചാത്തസേമടുത്ത് കാശുണ്ടാക്കാൻ നടക്കുന്നവരുണ്ട്. പിശാച് അവരുടെ ബിസിനസ് ഏറ്റെടുത്തു കഴിഞ്ഞു. കുറച്ച് പുഷ്ടിയൊക്കെ തരും, പക്ഷെ അവൻ കൊന്നുകളയും, ആശിപ്പിച്ചു കളയും. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തെ വിട്ട്, കർത്താവിന്റെ ബലി വിട്ട്, ദിവ്യകാരുണ്യം വിട്ട് എന്തുണ്ടെങ്കിലും ഓടി വരിക ഈ കുരിശിൻ ചുവട്ടിലേക്ക്. എന്തുണ്ടെങ്കിലും ഈ കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചിലപ്പോഴും പറയും, നമ്മുടെ രക്ഷ കുരിശാണ്, ചാത്തൻ സേവയല്ല, കൂടോത്രമല്ല, മന്ത്രവാദമല്ല, മറ്റേ ഉസ്താദുമാരല്ല, ഈ ലോകത്തിലെ മറ്റൊരു മന്ത്രവാദിയുമല്ല. നമ്മുടെ രക്ഷ കർത്താവാണ്, ക്രൂശിതനാണ്. കുദാശ ജീവിതത്തിലൂടെ, ഈ കുദാശയിലൂടെ ലഭിക്കുന്ന കൃപയും രക്ഷയും ഈ വിടുതലും അതിന്റെ പൂർണ്ണതയിലുള്ള വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം ഇവിടെയാണ് മക്കളെ. അപ്പൊ അതുകൊണ്ട് ഈ അടിസ്ഥാനം വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്.
പിശാചിന് കയറിപ്പറ്റാൻ കാരണമായ പാപം. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയണ, നിങ്ങൾ നന്നായിട്ട് കുമ്പസാരിക്കണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ പിശാചിന് ഒരു അവകാശം നമ്മുടെ മേലുണ്ടാകാൻ പാടില്ലാത്ത വിധത്തില് എല്ലാ പാപങ്ങളും ഏറ്റുപറയാ. ഒരു പാപത്തിനും ഒരു വെറുപ്പിന് പോലും ഇട കൊടുക്കാതെ നമുക്ക് ജീവിക്കാനിടയാകട്ടെ. പ്രാർത്ഥിക്കും മക്കൾ പരസ്പരം. എന്നിട്ട് കൂടുതൽ കരുത്തോടെ കൃപയോടെ ബലിയർപ്പിച്ച് ദിവ്യകാനുസന്നതിയിൽ ഇരുന്ന് ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് ഒത്തതാക്കി തീർക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരു ഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. ആ ഹൃദയത്തിന്റെ സ്നേഹവും കരുണയും ക്ഷമയും എല്ലാം നിറയപ്പെട്ട മക്കളായിട്ട് പിശാചിന് ഒരവകാശവും കിട്ടാത്ത വിധത്തിൽ നമ്മെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ മാറ്റിയെടുക്കുവാൻ നമുക്കിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളെ അവിടുന്ന് രക്ഷിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നിങ്ങളുടെ മഹാകരുണയിലൂടെ ഞങ്ങളുടെ മേൽ ചൊരിയുന്ന വലിയ കൃപകളെയോർത്ത് ആത്മീയമായ മേഖലയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകുന്ന വലിയ വിമോചനത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, പിശാചിന് കടന്നു വരാനുള്ള വഴികൾ, അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുമ്പോൾ അറിഞ്ഞും അറിയാതെയും കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ മക്കളുമൊക്കെ ചെയ്തുപോയ പാപങ്ങളിലൂടെ പിശാചിനൊത്തിരി അവകാശം കിട്ടിയിട്ടുണ്ട്, ആധിപത്യം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈശോയെ, അങ്ങ് ആ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ഞങ്ങളെ മോചിപ്പിക്കുവാൻ തിരുമനസ്സായല്ലോ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിക്കും. നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ മക്കള്, നമ്മൾ വസിക്കുന്ന വീട്, വീടിരിക്കുന്ന മണ്ണ് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്നാൽ ഈശോയെ, അങ്ങയുടെ മക്കളെ സമർപ്പിക്കുന്നു, ഇവിടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഇവരുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. സാമ്പത്തിക മേഖല, ജോലി മേഖല, വസിക്കുന്ന വീട്, പഠന മേഖല, എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു. കർത്താവേ, പിശാചിന് ഈ മക്കൾ അറിഞ്ഞോ അറിയാതെയോ ഇവർക്ക് എതിരെ ചെയ്തു വെച്ച പ്രവൃത്തിയിലൂടെയോ പിശാചിന് കടന്നു വരുവാൻ ഇടം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറച്ച് അങ്ങയുടെ കുരിശുമരണ ശക്തിയാൽ പൈശാചിക ശക്തികളെ, അന്ധകാര സ്വാധീനങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കി വിടുവിച്ച് അങ്ങയുടെ മക്കളെ കർത്താവെ, ഇവിടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സാത്താന് ലഭിച്ച അവകാശങ്ങളെ അവസാനിപ്പിക്കണമേ. അവന്റെ ആധിപത്യങ്ങളെ തകർത്തെറിയണമേ. അവന് കിട്ടിയ എല്ലാ അധികാരികളെയും ആധിപത്യങ്ങളെയും നിരായുധമാക്കണമേ. അങ്ങയുടെ കുരിശിൽ അങ്ങ് വിജയം വരിച്ച വിജയത്തിന്റെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങൾ, ഈ മക്കളുടെ കുടുംബത്തിൽ പ്രകടമാക്കണമേ. സാമ്പത്തിക മേഖല, ഉപജീവന മാർഗങ്ങള്, വളർത്തു പക്ഷിമൃഗാദികള്, കൃഷി ഇടങ്ങള്, കർത്താവെ, പഠന മേഖല, ജോലി മേഖലകളിലൊക്കെ ഈ മക്കളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ദുരാത്മ ദുർഭൂത പൈശാചിക ശക്തികളെയും യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. അങ്ങയുടെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ. കർത്താവെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ ഒക്കെ കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വലിയ ദാഹത്തോടും തീക്ഷ്ണതയോടും കൂടി പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങളെ വിടുവിക്കണം. പിശാച് ഞങ്ങളുടെ മേൽ അധികാരമുണ്ടാകാൻ പാടില്ല. അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ. കർത്താവ്, ഈ മക്കളുടെ കുടുംബത്തിലേക്ക്, ഇവിടെ മക്കളിലേക്ക്, ജീവിതത്തിലേക്ക്, ഓരോ മേഖലകളിലേക്കും സാത്താൻ കയറി തടസ്സപ്പെടുത്തി വച്ചിരിക്കുന്ന എല്ലാ മക്കളിലേക്കും, എല്ലാ ഇടങ്ങളിലേക്കും, എല്ലാ മേഖലകളിലേക്കും ഈശോയെ അങ്ങ് ഇറങ്ങി വരണം. അന്ധകാരത്തിന്റെ മേഖലകളിൽ അങ്ങയുടെ പ്രകാശം നിറയണം. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ വീടിനെ, ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളെ, ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെ പരിശുദ്ധാത്മാവെ അങ്ങ് ഏറ്റെടുത്ത് നയിക്കണമേ, നിയന്ത്രിക്കണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ ആധിപത്യങ്ങളും അവകാശങ്ങളും അവസാനിക്കട്ടെ. ഈ മക്കളുടെ മേലുള്ള, ഇവരുടെ കുടുംബത്തിന്റെ മേലുള്ള, ഇവരുടെ എല്ലാ മേഖലകളുടെയും, എല്ലാ പ്രിയപ്പെട്ട മക്കളുടെയും മേലുള്ള സാത്താന്റെ അവകാശങ്ങളും ആധിപത്യങ്ങളും അവസാനിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിന്റെ വിടുതലും സ്വാതന്ത്ര്യവും ഇന്ന് ഈ മക്കൾക്ക് അനുഭവിക്കാൻ ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ ദൈവികാന സന്നിധിയിൽ നമ്മെ, നമ്മുടെ മക്കളെയും കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കാം. മക്കളെ,
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, അങ്ങയുടെ വരങ്ങളും അങ്ങയുടെ ശക്തിയും പ്രകടമാക്കി നിറച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ, മക്കളിലേക്ക് വരണമേ, എല്ലാ മേഖലകളിലേക്കും വരണമേ. അങ്ങയുടെ പ്രകാശത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ ആശീർവാദത്തിലൂടെ പിശാചിന് ലഭിച്ച എല്ലാ നിയമപരമായ അവകാശങ്ങളെയും ആധിപത്യങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. യേശുവേ, വലിയ ദാഹത്തോടെ കണ്ണീരോടെ എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഞാൻ അനുഗ്രഹം ചോദിച്ചു വാങ്ങിച്ചോ മക്കളെ. സ്വയം നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അങ്ങയുടെ സാന്നിധ്യത്താൽ നിറച്ച് അങ്ങയുടെ പ്രകാശത്താലും ആത്മാവിനാലും നിറച്ച് അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് വിമോചനം നൽകി, വിടുതൽ നൽകി പ്രകാശത്തിൽ അനുഗ്രഹിക്കണമേ.